നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞിട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രണ്ടാമതൊരു LDF സർക്കാർ തുടർച്ചയായി വരുന്നില്ല, ഏതോ ഒരു സർക്കാർ തുടർച്ചയായിട്ട് വരുന്നത്. അന്ന് ശമ്പള പരിഷ്കരണവും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം അനൗൺസ് ചെയ്തു. അന്നത്തെ UDFൻ്റെ നേതാവ്, അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഇത് ഞങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ശമ്പള പരിഷ്കരണം, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് കൊടുക്കാതെ ഞങ്ങൾ പൊളിയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ രമേശ് ചെന്നിത്തലയുടെ പഴയ പത്രസമ്മേളനം കാണാം. അന്ന് UDFൻ്റെ യൂണിയൻ്റെ നേതാക്കന്മാർ, രാഷ്ട്രീയ ഞാൻ അധികം പറയുകയല്ല, എന്നിട്ട് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരനൊക്കെ നോട്ടീസുണ്ട്, ഇത് ഇത്രയും വലിയ ശമ്പള പരിഷ്കരണം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ ഞങ്ങളെ തകർക്കാനാണ്. പക്ഷേ ജനം തീരുമാനിച്ചു, അല്ല ഇത് ചെയ്യാൻ പറ്റുന്നവരാണല്ലോ പറഞ്ഞേ, അതുകൊണ്ട് അവർ ജനം ചെയ്യട്ടെ. അങ്ങനെയാണ് വീണ്ടും LDF തന്നെയാണ് വന്നത്. അപ്പോൾ LDF വരുമ്പോൾ ആദ്യം തൊട്ടേ UDF പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ഖജനാവ്, പ്രതിപക്ഷം പറഞ്ഞ് ഖജനാവ് പൂച്ചവെറ്റ് കിടക്കുകയാണ്, ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല, പെൻഷൻ കൊടുക്കാൻ പറ്റത്തില്ല. അത് അവർ പറഞ്ഞതിനകത്തൊരു വസ്തുതയുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് നിരന്തരമായ അറ്റാക്ക് ഉണ്ടായിരുന്നു, ഏറ്റവും ഒടുവിൽ ഉൾപ്പെടെ. പക്ഷേ നമ്മളിത്രയും 57-58 മാസമായി, 60 മാസത്തിൽ ഇതെല്ലാം കൊടുത്തുപോയി. അപ്പോൾ ഇപ്പോഴും അന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ ഈ ശമ്പള പരിഷ്കരണത്തിൻ്റെ അന്ന് പറഞ്ഞിരുന്ന ശമ്പള പരിഷ്കരണത്തിൻ്റെ മുഴുവൻ ബാധ്യതയും കൊടുത്തു നിർത്തിയത് ഈ 5 വർഷം കൊണ്ട് ഈ സർക്കാർ. ഏത് സർക്കാരും അങ്ങനെ അതിനു മുമ്പാകുമ്പോഴും നമ്മുടെ ടൈമിംഗ് അനുസരിച്ചിട്ട് ഈ ലാസ്റ്റ് സമയത്തേക്ക് വരുമ്പോഴാണ് ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യം വരിക. അത് 2006 ഗവൺമെൻറ് ആയാലും 2011 എല്ലാ ഗവൺമെൻറ്റുകൾക്കും ആ ബാധ്യതയുണ്ട്. അങ്ങനെ തന്നെയാണ് ആ ശമ്പള പരിഷ്കരണം കൊടുക്കുന്നത്. നമ്മൾ 25,000 കോടി രൂപയിലധികം, 20,000-30,000 കോടിയോളം വരുന്നതിൻ്റെ ഏകദേശം കണക്ക് പെൻഷൻകാരുടെ കുടിശ്ശിക, ശമ്പളത്തിൻ്റെ കുടിശ്ശിക, DA കുടിശ്ശിക, പെൻഷൻ എല്ലാം നമ്മൾ കൊടുത്തു തീർത്തു. വാസ്തവത്തിൽ കൊടുത്തു തീർത്തത് ഇപ്പം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആയിട്ടാണ് കൊടുത്തു തീർത്തത് അന്നത്തെ. അപ്പോൾ അത് കൊടുക്കാതിരിക്കുകയല്ല ഒരു ഗവൺമെൻറ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചിട്ട് ഒരു കാര്യം ഞാൻ പറയാം, ആ ശമ്പള പരിഷ്കരണം 3 മാസത്തിനുള്ളിൽ തന്നെ കമ്മീഷൻ പൂർത്തീകരിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അത് മാത്രം പറഞ്ഞാൽ ജീവനക്കാർക്ക് ഇതാവില്ല. അതുകൊണ്ടാണ് അവർക്കിപ്പോൾ ഈ മാസം ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിൻ്റെ കൂടെ മാർച്ച് ആദ്യം കിട്ടുന്ന ശമ്പളത്തിൽ ഒരു DA കൂടെ കിട്ടും, ഏപ്രിൽ മാസം ആദ്യത്തെ ശമ്പളത്തിൻ്റെ കൂടെ ബാക്കി കിട്ടാനുള്ള DA മുന്നിലും കിട്ടും. ഇത് പറയുമ്പം ഇവർ പറഞ്ഞിട്ട് പോവാ, ഇവരിത് ചെയ്യാനല്ല എന്ന് പ്രതിപക്ഷ നേതാവോട് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു, ഞാൻ കുറച്ച് കണ്ടു. പിന്നെ അങ്ങനൊന്നും അല്ല, ചെയ്തിട്ട് പോകാൻ വേണ്ടിയാകും. അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഈ ഇൻകം അതിൻ്റെ നമ്മുടെ അക്കൗണ്ടിനകത്ത് ഇതിനുള്ള ഗഡുക്കളായി കൊടുക്കാനുള്ള പണം മാറ്റി വെച്ചിട്ടുണ്ട്. മാറ്റി വെക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്, ഉദ്യോഗസ്ഥന്മാരാണ്, അതിന് നിയമം അനുസരിച്ച് അവർക്കും ചെയ്യാൻ പറ്റും. അല്ലാതെ ചുമ്മാതെ വരവ് ഇത്ര രൂപ, ചിലവ് ഇത്ര രൂപ, അങ്ങനെയൊന്നും കണക്കെഴുതാൻ പറ്റത്തില്ല സർക്കാർ. അതിന് സിസ്റ്റമുണ്ട്. ഈ ബഡ്ജറ്റിൻ്റെ പ്രോസസ്സ് തുടങ്ങിയിട്ട് 6 മാസമായി. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും കാൽക്കുലേഷനും താഴത്തെ പഠനം നടത്തി കൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിനകത്ത് റിസോഴ്സസ് സംബന്ധിച്ചൊക്കെ നോക്കിയിട്ട് ചില എക്സ്പെക്റ്റേഷനോടൊക്കെ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ വർഷത്തെ 10-20 വർഷത്തെ ഒരു പാറ്റേൺ നോക്കും. അങ്ങനെ വെച്ചേക്കുന്ന ഇതാണ്. അതുകൊണ്ട് ഈ ശമ്പള കമ്മീഷൻ്റെ കാര്യം ഇത്ര ആലോചിച്ചിട്ടാണ് വെച്ചത്. അപ്പോൾ ഈ കുടിശ്ശിക കൊടുത്തു തീർക്കുന്ന കാര്യവും ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് കുടിശ്ശികയുണ്ട്, 11% കുടിശ്ശിക എന്നുണ്ട്. അത് മൊത്തം കൊടുത്തു തീർക്കും. പിന്നെ പഴയ കുറച്ച് കുടിശ്ശികയുണ്ട്, 10-30-25,000 കോടി രൂപയിലധികം കുടിശ്ശികയുണ്ട്. ഞാൻ പറഞ്ഞ ആകെ ഈ ഗവൺമെൻറ്റിന് ഞങ്ങൾ വരുന്ന സമയത്ത് കോവിഡും മറ്റ് ചലഞ്ചസും ഒക്കെ ആയിരുന്നു. അന്ന് വലിയ തോതിൽ നമ്മുടെ GSDPയുടെ 38%-ലധികം നമുക്ക് ബോറോയിങ് ഉണ്ടായിരുന്നു. കേന്ദ്രം വലിയ തോതിൽ ഇപ്പോൾ കിഫ്ബിയുടെ പേര് പറഞ്ഞും പെൻഷൻ കമ്പനിയുടെ പേര് പറഞ്ഞും ഏകദേശം ഒരു 10,000 കോടി ഒരു വർഷം കട്ട് ചെയ്തിട്ടുണ്ട്. ഈ കട്ടിങ്ങും കിട്ടാനുള്ള വരുമാനം എല്ലാം പോയിട്ടും നമ്മളിതെല്ലാം കൊടുക്കുന്നില്ല. ആകെ കിടക്കുന്നൊരു ഒറ്റ ഔട്ട്സ്റ്റാൻഡിങ് പ്രശ്നമേ ഉള്ളൂ, അത് ഈ PF ആൻഡ് പിന്നെ കുടിശ്ശിക, ഈ DRഉം DAയും കുടിശ്ശിക മാത്രമേ ഉള്ളൂ. അത് കൊടുത്തു തീർക്കുമെന്ന് വെച്ചു കണക്ക് വെച്ചിട്ട് ഈ വർഷം തന്നെ മീൻസ് ഏപ്രിൽ തൊട്ടുള്ള വർഷം അതിൻ്റെ ഒരു ഗഡു കൊടുക്കാനുള്ള, ഞാൻ ബഡ്ജറ്റിൽ പറഞ്ഞു, അത് കൊടുക്കാനുള്ള പണം അതിലുണ്ട്. അത്ര ആത്മവിശ്വാസത്തോടുകൂടി ഈ കാര്യങ്ങൾ പറയാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞു അങ്ങനെ അതിൻ്റെ പണം വെച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണ സമയം ശ്രീ രമേശ് ചെന്നിത്തല അന്നത്തെ UDF നേതൃത്വം പ്രതിപക്ഷം പറഞ്ഞ പോലെ ഞങ്ങൾ വരുമ്പം പൊളിയാൻ വേണ്ടിയാണ് ഇത് വെച്ചേക്കുന്നത്. അങ്ങനല്ല, പൊളിയില്ല എന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെ ആ കാര്യം ചെയ്തു. ഇപ്പോഴും ആ പണം വെച്ചേക്കുന്നത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ DA കൊടുക്കും, ഈ പറഞ്ഞ പിന്നെ ഈ ഗഡു കൊടുക്കും, ശമ്പള പരിഷ്കരണം വരും.